praise you, Lord, praise you, Jesus, hallelujah, hallelujah, hallelujah. Thank you, Lord, praise you, Lord, praise you, Jesus, hallelujah. ആമേൻ. നമുക്ക് പ്രവചനത്തിനായിട്ട് ഒരുങ്ങാട്ടോ, പ്രവചനം. തുടലിൽ വേദനയുള്ള ആരെ കർത്താവ് സൗഖ്യം കൊടുക്കും. Thank you, Lord, praise you, Lord, praise you, Jesus, hallelujah, 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 hallelujah. Thank you, Lord, praise you, Lord, praise you, Jesus, hallelujah. Thank you, Lord, praise you, Lord, praise you, Jesus, hallelujah, hallelujah. Thank you, Lord, praise you, Lord, praise you, Jesus. Amen. തുടയിൽ ആണോ വേദന? തുടയിലെ വേദന സൗഖ്യപ്പെടുത്തുന്നതാണോ പറഞ്ഞത്? തുടയിലാണോ പെടലിലോ? തുടയെല്ലിലോ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഉണ്ടത് ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എഴുതപ്പെടാത്ത ചാക്രിക ലേഖനമാണ്. എഴുതപ്പെടാത്ത ചാക്രിക ലേഖനം അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എവിടെയാണ് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? പതിനൊന്നാം പേജിലെവിടെ? അപ്പോൾ ആ പോയിന്റ് തൊട്ടാണ് ഇനി പറയാൻ പോണേ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഞാൻ വായിക്കാൻ പോണേണ്. അപ്പോൾ അടുത്ത ചോദ്യമാണ് കേട്ടോ, മാർപ്പാപ്പയോട് അടുത്ത ചോദ്യമാണ്. എന്തെന്നാണ് അങ്ങയുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് മാനവികതയ്ക്ക് കരുണ ആവശ്യമായിരിക്കുന്നത്? അതായത് മനുഷ്യകുലത്തിന് അല്ലേ എന്തുകൊണ്ടാണ് കരുണ ആവശ്യമായിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് മാനവകുലത്തിന് കരുണ ആവശ്യമായിരിക്കണമെന്ന് ചോദിക്കുകയാണ് ഈ അഭിമുഖം ചെയ്യുന്ന മാർപ്പാപ്പയോട്. അപ്പോൾ മാർപ്പാപ്പ ഉത്തരം കൊടുക്കുകയാണ്, മാനവികതയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. അതാണ് പരിക്കേറ്റ മനുഷ്യവംശം എന്നൊക്കെ നമ്മൾ നേരത്തെ ഇതിനു മുമ്പത്തെ ഒരു വേർഡ് അപ്പുറത്തൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പരിക്കേറ്റ മനുഷ്യവംശം, മനസ്സിലാവുണ്ടോ? അപ്പോൾ മാനവികതയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. ആഴത്തിൽ തന്നെ ഉണ്ടോ? ആഴത്തിൽ തന്നെ. ആഴത്തിൽ എന്നുദ്ദേശിക്കുന്നത് ഉത്ഭവഭാവം, മനസ്സിലാവുണ്ടോ? ആഴത്തിൽ തന്നെ. എങ്ങനെ മുറിവുകൾ ഭേദമാക്കാമെന്ന് അറിയില്ല, മനസ്സിലാവുണ്ടോ? എങ്ങനെ മുറിവുകൾ ഭേദമാക്കാമെന്ന് അറിയില്ല. അതായത് നമ്മൾ അസുഖം കണ്ടുപിടിച്ചു, മനസ്സിലായോ? അല്ലേ? അസുഖം നമുക്ക് മനസ്സിലായി. പക്ഷേ അതെങ്ങനെയാണ് അതിനെ
ചികിത്സിക്കേണ്ടതെന്ന്, അല്ലേ, അതിനെ എന്ത് മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലേ, അല്ലെങ്കിൽ എന്താണ് അതിന് പരിഹാരമെന്ന് മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ മുറിവുകൾ ഭേദമാക്കാമെന്ന് അറിയില്ല. അതല്ലെങ്കിൽ അവ സുഖപ്പെടുത്താനാവാത്തതാണെന്ന് അവർ വിശ്വസിക്കുന്നു. കണ്ടോ, അല്ലെങ്കിൽ അത് സുഖപ്പെടുത്താവുന്നതല്ല, അല്ലേ, സുഖപ്പെടുത്താനാവാത്തതാണെന്ന്, അതായത് സുഖപ്പെടുത്താനാകില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ ആഴത്തിലേറ്റ മാനവികതയ്ക്ക് ആഴത്തിലേറ്റ മുറിവ്. അപ്പോൾ അതുകൊണ്ടാണ് എന്താവശ്യമായിരിക്കണത്? മാനവകുലത്തിന് കരുണ ആവശ്യമായിരിക്കണം. അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് മാനവികതയ്ക്ക് കരുണ ആവശ്യമായിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 1-2 ഖണ്ഡിക ഞാൻ ഇവിടെ കോട്ട് ചെയ്യാണ്. ഒന്ന് 390 പിന്നെ 408. 390 408. അപ്പോൾ 390 ഞാനൊന്ന് വായിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 390 എടുത്ത് നിങ്ങൾ 390 വേഗം എടുക്കണേ. അപ്പോൾ അവിടെ അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: പതന വിവരണം മനസ്സിലാക്കേണ്ട വിധം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഖണ്ഡിക അവിടെ എഴുതിയിരിക്കുകയാണ് 390. അപ്പോൾ ഞാനത് വായിക്കാൻ പോണേ. പതന വിവരണത്തിൽ ഉൽപ്പത്തി 3-ാം അധ്യായം ബ്രാക്കറ്റിലിട്ടിരിക്കുകയാണ്. പതന വിവരണത്തിൽ ഈ 3-ാം അധ്യായത്തെ ആലങ്കാരിക ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും മാനവ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ നടന്ന ഒരു പുരാതന സംഭവത്തെ അത് ഉറപ്പിച്ചു പറയുന്നു. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇനി ശ്രദ്ധിക്കണേ. ഇനി എന്താ വായിക്കാൻ പോണത്? നമ്മുടെ ആദി മാതാപിതാക്കന്മാർ സ്വതന്ത്രമായി ചെയ്ത, കണ്ടോ, നമ്മുടെ ആദി മാതാപിതാക്കന്മാർ സ്വതന്ത്രമായി ചെയ്ത ആദ്യ പാപം, അതായത് ഉത്ഭവ പാപം, മാനവ ചരിത്രത്തിന് മുഴുവൻ ക്ഷതമേൽപ്പിച്ചുവെന്ന് വെളിപാട് വഴി നമുക്ക് വിശ്വാസപരമായ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. കണ്ടോ, ആദി മാതാപിതാക്കന്മാർ ചെയ്ത സ്വതന്ത്രമായ ആദ്യ പാപം മാനവ ചരിത്രത്തിന് മുഴുവൻ ക്ഷതമേൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ, അതുകൊണ്ടാണ് എന്താവശ്യമായിരിക്കുന്നത്? മനുഷ്യകുലത്തിന് എന്താവശ്യമായിരിക്കുന്നത്? കരുണ ആവശ്യമായിരിക്കുന്നതെന്ന് മനസ്സിലായോ? മാർപ്പാപ്പയോടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഈ ചോദ്യം, ഈ അഭിമുഖം നടത്തുന്ന ആൾ ഈ ചോദിക്കുമ്പോൾ നമുക്ക് ഈ CCCയുടെ ഈ കോട്ട്, അല്ലേ, 390-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയും കൂടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ കോട്ട് ചെയ്യപ്പെടാവുന്നതാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ കോട്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് കരുണ ആവശ്യമായിരിക്കുന്നത്? ആദ്യ ഉത്ഭവ പാപത്തിലൂടെ മനുഷ്യ കുലത്തിന് മുഴുവൻ, മാനവ ചരിത്രത്തിന് മുഴുവൻ എന്ത് സംഭവിച്ചിരിക്കുന്നു? ക്ഷതമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ്. അതേപോലെ 408-ാമത്തെ ഖണ്ഡിക എടുത്ത്, 408-ാമത്തെ ഖണ്ഡിക, 408-ലും ഇത് തന്നെയാണ് പറയണേ, വേറെ രീതിയിലാണെന്ന് മാത്രം. അതും കൂടി ഞാൻ വായിക്കണേ. ഉത്ഭവ പാപത്തിൻ്റെ അനന്തരഫലങ്ങളും സർവ്വ മനുഷ്യരുടെയും വ്യക്തിപരമായ പാപങ്ങളും ചേർന്ന്, ശ്രദ്ധിക്കണം കേട്ടോ, എന്തെന്നാണ് വായിച്ചതിപ്പോൾ? ഉത്ഭവ പാപത്തിൻ്റെ അനന്തരഫലങ്ങളും സർവ്വ മനുഷ്യരുടെയും വ്യക്തിപരമായ പാപങ്ങളും, കണ്ടോ, വ്യക്തിപരമായ, മനസ്സിലായോ? മനുഷ്യവംശം മുഴുവത്തിൻ്റെയും വ്യക്തിപരമായ പാപങ്ങളും അതിനു മുൻപ് ഈ ആദത്തിൻ്റെ ഹവ്വയിലൂടെയും വന്നിട്ടുള്ള ഉത്ഭവപാപം, മനസ്സിലായി? അതാണ് ഉത്ഭവപാപത്തിൻ്റെ അനന്തരഫലങ്ങളും സർവ്വ മനുഷ്യരുടെയും വ്യക്തിപരമായ പാപങ്ങളും ചേർന്ന് ലോകത്തിന് മുഴുവൻ പാപാവസ്ഥ വരുത്തിയിരിക്കുന്നു. കണ്ടോ, ലോകത്തിന് മുഴുവൻ പാപാവസ്ഥ വരുത്തിയിരിക്കുന്നു. ഈ പാപാവസ്ഥയെ ലോകത്തിൻ്റെ പാപം എന്ന് വിശുദ്ധ യോഹന്നാൻ വളരെ അർത്ഥവത്തായി വിശേഷിപ്പിക്കുന്നുണ്ട്. കണ്ടോ, ലോകത്തിൻ്റെ പാപം എന്ന് വിശുദ്ധ യോഹന്നാൻ വിശേഷിപ്പിക്കുകയാണ്, മനസ്സിലായോ? എന്നിട്ട് പറയുകയാണ്, മനുഷ്യരുടെ പാപങ്ങളുമായി സാമുദായിക സ്ഥിതികളും സാമൂഹിക ഘടനകളും വ്യക്തികളിൽ ചെലുത്തുന്ന നിഷേധാത്മക സ്വാധീനത്തിനും ലോകത്തിൻ്റെ പാപം എന്ന ഈ പേര് ചേരുന്നതാണ്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഏതൊക്കെ ഖണ്ഡികകളാണെന്ന്? 390 408, മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യ ചരിത്ര, അല്ലേ, മാനവ കുലത്തിന് കരുണ ആവശ്യമായിരിക്കണതെന്നതിൻ്റെ കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ നിന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, അല്ലെങ്കിൽ അവിടെ 2 വാക്കിലൂടെ നമ്മൾ അത് മനസ്സിലാക്കിയതാണ്, എന്തുകൊണ്ടാണ് കരുണ ആവശ്യമായിരിക്കണത്.
ഇനി നമ്മൾ ഇതിലോട്ട് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി വായിക്കണേ, ആ ചോദ്യവും പിന്നെ ആ ഉത്തരത്തിലേക്കും വീണ്ടും കടക്കുകയാണ്. അങ്ങയുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് മാനവികതയ്ക്ക് കരുണ ആവശ്യമായിരിക്കുന്നത്? അപ്പോൾ മാർപ്പാപ്പ പറയാണ്, മാനവികതയ്ക്ക് മുറിവേറ്റിട്ടുണ്ട് ആഴത്തിൽ തന്നെ. എങ്ങനെ മുറിവുകൾ ഭേദമാക്കാമെന്ന് അറിയില്ല. എങ്ങനെയാണ് മുറിവുകൾ ഭേദമാക്കാൻ സാധിക്കുക? ഒരു വാക്കിലൂടെ പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹത്തിലൂടെ, അല്ലേ? യേശുവിൻ്റെ സ്നേഹത്തിലൂടെ, യേശുവിൻ്റെ തിരുരക്തത്തിലൂടെ, അല്ലേ? ആ മുറിവുകളെല്ലാം വെച്ച് കെട്ടി അങ്ങനെയാണ് ഭേദമാവുക. മനസ്സിലായി? അപ്പോൾ ആഴത്തിൽ തന്നെ എങ്ങനെ മുറിവുകൾ ഭേദമാകും. അപ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതെങ്ങനെ ഭേദമാകും, ഇതെങ്ങനെയാണ് ഇതിനെ എങ്ങനെ സൗഖ്യമാക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. മനസ്സിലാവുണ്ടോ? രോഗം കണ്ടുപിടിച്ചു, പക്ഷെ എന്താണ് മരുന്ന് എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്ത് മരുന്നാണ് നമ്മൾ കഴിക്കേണ്ടത്? മനസ്സിലാവും. എങ്ങനെ മുറിവുകൾ ഭേദമാക്കാമെന്നറിയില്ല. അതല്ലെങ്കിൽ അവ സുഖപ്പെടുത്താനാവാത്തതാണെന്ന് അവർ വിശ്വസിക്കുന്നു. ആര്? ഈ മനുഷ്യകുലം വിശ്വസിക്കുന്നു. എന്തെന്ന്? ഇത് സുഖപ്പെടുത്താനാവുന്നതല്ല. മനസ്സിലായോ? പക്ഷെ ആകാത്തതാണോ? ആവുന്നതാണ്. മനസ്സിലായോ? ഇത് കേവലം സാമൂഹിക ആസ്വാസ്ഥ്യങ്ങൾ കൊണ്ടുണ്ടായ ദാരിദ്ര്യം, സാമൂഹികമായ ഒറ്റപ്പെടുത്തൽ, മൂന്നാം സഹസ്രാബ്ദത്തിലെ നിരവധിയായ അടിമത്തങ്ങൾ കൊണ്ട് മാത്രമല്ല, ആപേക്ഷികത മനുഷ്യനെ മുറിവേൽപ്പിക്കുന്നു. എല്ലാം തുല്യമാണെന്നും എല്ലാം ഒരുപോലെയാണെന്നും തോന്നുന്നു. എന്നിട്ട് പറയാണ്, മാനവകുലത്തിന് കരുണയും അനുകമ്പയും ആവശ്യമാണ്. കണ്ടോ? അതാണ് ഈശോ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമ്മൾ സുവിശേഷത്തിൽ മിക്കപ്പോഴും കാണുന്ന ഒരു വചനഭാഗമാണ്. എന്തെന്ന്? ഈശോ അല്ലേ മലയിൽ നിന്നിറങ്ങി, അല്ലേ ജനക്കൂട്ടത്തിനടുത്തേക്ക്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് എന്ത് തോന്നി? അവരെ കണ്ടപ്പോൾ എന്ത് തോന്നി? അവരോട് അനുകമ്പ തോന്നി. മനസ്സിലായോ? അത് ഞാൻ ഒന്ന് വായിക്കട്ടെ. ഈ പഠന ബൈബിളിൽ നിന്ന് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം അധ്യായം 36-ാമത്തെ വചനം കേട്ടോ, 36-ാമത്തെ വചനം. അപ്പോൾ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വചനം നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അത് ഞാൻ വായിക്കട്ടെ ഒന്ന്. അത് വളരെ പ്രത്യേകത എനിക്ക് തോന്നി കേട്ടോ, വളരെ പ്രത്യേകത തോന്നി. അതൊന്ന് നോക്കിയേ നിങ്ങൾ. 35-ാമത്തെ വചനത്തിലെ അവസാന ഭാഗവും പിന്നെ 36-ാമത്തെ വചനം. ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 35-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗവും 36-ാമത്തെ വചനവും നോക്കിയോ, ശ്രദ്ധിച്ചോ നിങ്ങൾ. എന്തെന്നാൽ അവിടുന്ന് നന്ദിഹീനരോടും, കണ്ടോ, നന്ദി ഉള്ളവരോടല്ല, നന്ദിഹീനരോടും ദുഷ്ടരോടും, കണ്ടോ, നീതിമാന്മാരോടും അല്ലേ നന്ദിയുള്ളവരോടും എന്നാണോ അവിടെ എഴുതിയേക്കണേ? എന്തെന്നാൽ അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണയുള്ളവനാണ്. കണ്ടോ? ആരോടൊക്കെയാണ് കരുണയുള്ളത്? മനസ്സിലായോ? നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണയുള്ളവനാണ്. നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും അനുകമ്പ ഉള്ളവരായിരിക്കും. മനസ്സിലായോ? അപ്പം എന്നിട്ട് ഇതിൻ്റെ ഫുട് നോട്ടിൽ എഴുതിയിരിക്കുന്ന 6:36 എന്നുള്ള ആ പഠന ബൈബിളിൽ നിന്നാണ്. അപ്പം ഞാൻ 6:36 ഫുട് നോട്ടിൽ എഴുതിയിരിക്കണേ ആ ഒരു ഇതും കൂടി ഒന്ന് വായിക്കട്ടെ. അതും കൂടി ഒന്ന് വായിക്കട്ടെ. കരുണയുള്ളവരായിരിക്കുക എന്ന ആ വചനത്തെ, ആ വാക്കിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അത്യുന്നതമായ നിയമമാണ് കരുണ. കണ്ടോ? എന്താണ്? ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അത്യുന്നതമായ നിയമമാണ് കരുണ. എന്നിട്ട് മത്തായി അല്ലേ വചനമൊക്കെ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്, മത്തായിയുടെയൊക്കെ. എന്നിട്ട് പറയാണ്, യാഹ്വേയുടെ വിശുദ്ധി അനുകരിക്കുക എന്ന കൽപ്പനയ്ക്ക് പകരം, കണ്ടോ, യാഹ്വേയുടെ വിശുദ്ധി അനുകരിക്കുക എന്ന കൽപ്പനയ്ക്ക് പകരം അവൻ്റെ കരുണ അനുകരിക്കുക എന്ന കൽപ്പന നൽകിക്കൊണ്ട്, കണ്ടോ, യാഹ്വേയുടെ വിശുദ്ധി അനുകരിക്കുക എന്ന കൽപ്പനയ്ക്ക് പകരം അവൻ്റെ കരുണ അനുകരിക്കുക എന്ന കൽപ്പന നൽകിക്കൊണ്ട് യേശു ലേവ്യർ 19:2 പ്രബോധനം മാറ്റിക്കുറിക്കുന്നു.
പഴയ ഉടമ്പടിയിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്കുള്ള വളർച്ചയുടെ മുഖ്യ ലക്ഷണമാണിത്. എന്നിട്ട് പിന്നെ എഴുതിയിരിക്കുകയാണ് വിച്ഛേദം. ഹീബ്രുവിൽ ഗത്ത്, മുറിക്കുക അല്ലേ? ഹീബ്രുവിൽ എന്തെന്നാണ് അതിൻ്റെ പേര്, വാക്ക് അല്ലേ? മുറിക്കുക അല്ലെ, വിച്ഛേദം എന്ന് പറയുന്നത് എന്താണ്? ഗത്ത് അല്ലേ? പരിശുദ്ധിയുടെ, എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ അല്ലേ? ഹീബ്രുവിൽ തന്നെ കാദോഷ്. അപ്പോൾ വിച്ഛേദം പരിശുദ്ധിയുടെ മാനദണ്ഡമായിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന്, കണ്ടോ? വിച്ഛേദം പരിശുദ്ധിയുടെ മാനദണ്ഡമായിരുന്ന കാഴ്ചപ്പാട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. വിച്ഛേദം പരിശുദ്ധിയുടെ മാനദണ്ഡമായിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന്, അതായത് എന്താണ് നമ്മുടെ അല്ലേ? എന്താണ് ആ വാക്ക്, ഞാൻ മറന്നുപോയല്ലോ. പഴയ നിയമത്തിൽ അല്ലേ എന്ത് ചെയ്യണമായിരുന്നു? അല്ലെങ്കിൽ യഹൂദ നിയമപ്രകാരം അല്ലേ എന്തായിരുന്നു അത്? എന്താണെന്ന്? പരിച്ഛേദനം അല്ലേ? അത് വാക്ക് കിട്ടണില്ല. പരിച്ഛേദനം അല്ലേ? അപ്പോൾ കണ്ടോ, വിച്ഛേദം അതായത് ഗത്ത്, മുറിക്കുക, അത് ഹീബ്രു വാക്കാണ്. അണ്ട് പരിശുദ്ധിയുടെ മാനദണ്ഡമായിരുന്ന ആ അളവുകോൽ അല്ലേ? ആ അളവുകോലിൽ നിന്ന് അല്ലേ? ആ തോതിൽ നമ്മൾ കാഴ്ചപ്പാടിലൂടെ ആ അവസ്ഥയിലായിരുന്ന ആ കാഴ്ചപ്പാടിൽ നിന്ന് ഐക്യദാർഢ്യത്തിൻ്റെയും ഇറങ്ങിച്ചെല്ലലിൻ്റെയും കാരുണ്യ നിലപാടിലേക്കുള്ള, കണ്ടോ? ഐക്യദാർഢ്യത്തിൻ്റെയും ഇറങ്ങിച്ചെല്ലലിൻ്റെയും കാരുണ്യ നിലപാടിലേക്കുള്ള ചുവടുമാറ്റമാണ് ഇവിടെ കാണുന്നത്. അതായത് ഈശോ ശരിക്ക് മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നതാണ് അല്ലേ? വേറെ ഏതെങ്കിലും ദൈവം, ഇപ്പോൾ പലരും ഇങ്ങനെ പറയാറുണ്ട്, എല്ലാം ദൈവങ്ങളും ഒന്നല്ലേ അല്ലേ? എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ഉണ്ടോ? ശരിയല്ലേ? എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക? എന്തൊക്കെ പറഞ്ഞാലും ചില ആൾക്കാർ അത് സമ്മതിക്കില്ല. എന്ത് പറയും? എല്ലാ ദൈവങ്ങളും ഒന്നാണ്, എല്ലാവരും ദൈവത്തിലേക്കാണ് പോണത്. അതിപ്പോൾ പിന്നെ യേശു ക്രിസ്തുവിൻ്റെ കാര്യം മാത്രം അങ്ങനെ നിങ്ങളെടുത്ത് പറയേണ്ടതെന്ന് ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? പക്ഷെ ഒരു ദൈവങ്ങളും എന്ത് ചെയ്തില്ല? മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നോ? ഏതെങ്കിലും ഒരു ദൈവം മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നോ ഇതുപോലെ? മനസ്സിലായോ? അതാണ് ഇറങ്ങി ചെല്ലലിൻ്റെയും അല്ലേ കാരുണ്യ നിലപാടിലേക്കുള്ള. അപ്പോൾ ഈ അർത്ഥത്തിലാണ് അവൻ അല്ലേ, അവൻ മലയിൽ നിന്ന് ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. അപ്പോൾ എന്ത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. മനസ്സിലായോ? അപ്പോൾ ആ കാരുണ്യ നിലപാടിലേക്കുള്ള ചുവടുമാറ്റമാണ് ഇവിടെ കാണുന്നത്. വേർതിരിച്ച് വ്യത്യസ്ത താവളത്തിലാക്കലല്ല. മനസ്സിലായോ? വേർതിരിച്ച് വ്യത്യസ്ത താവളത്തിലാക്കലല്ല. പിന്നെയോ അനുരഞ്ജിപ്പിച്ച് ഏവരെയും ദൈവഭവനത്തിൽ പ്രവേശിപ്പിക്കലാണ് യേശുവിൻ്റെ ലക്ഷ്യം. മനസ്സിലായോ? ആ അർത്ഥത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വചനം, അതിൻ്റെ പൊക്കത്തോക്ക് നമ്മൾ നേരത്തെ എന്താണ് 36-ാമത്തെ വചനം എന്താ വായിച്ചത്? എന്തെന്നാൽ അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണയുള്ളവനാണ്. മനസ്സിലായോ? നീതിമാന്മാരോട് ഓൾറെഡി കരുണയുള്ളവനാണ് അല്ലേ ദൈവം. പക്ഷെ ഇവിടെ പറയണം നന്ദിഹീനരോടും ദുഷ്ടരോടും. അപ്പോൾ ഒന്നും കൂടി നോക്കിയേ. വേർതിരിച്ച് വ്യത്യസ്ത താവളത്തിലാക്കലല്ല ലക്ഷ്യം. പിന്നെന്താണ് ലക്ഷ്യം? യേശുക്രിസ്തുവിൻ്റെ ലക്ഷ്യം എന്താണ്? അനുരഞ്ജിപ്പിച്ച് ഏവരെയും ദൈവഭവനത്തിൽ പ്രവേശിപ്പിക്കലാണ് യേശുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചതാണ്. ഇപ്പോൾ വീണ്ടും നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ദൈവം ഈ മാർപ്പാപ്പയുടെ ഈ പ്രബോധനത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ എവിടെയായിരുന്നു നമ്മളത്? ആപേക്ഷികത മനുഷ്യനെ മുറിവേൽപ്പിക്കുന്നു അല്ലേ? എല്ലാം തുല്യമാണെന്നും എല്ലാം ഒരുപോലെയാണെന്നും തോന്നുന്നു. മാനവകുലത്തിന് കരുണയും അനുകമ്പയും ആവശ്യമാണ്. കണ്ടോ? ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? ആഴത്തിൽ മുറിവേറ്റിരിക്കുന്നു അല്ലേ? സുഖപ്പെടുത്താൻ ആകാത്തതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ കർത്താവിൻ്റെ കരുണയിലൂടെ, ഈശോൻ്റെ സ്നേഹത്തിലൂടെ അത് സൗഖ്യമാക്കപ്പെടും. അനുകമ്പ ആവശ്യമാണ്. പിയൂസ് 12-ാമൻ 50-ലേറെ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ യുഗത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം
പാപബോധവും പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും നഷ്ടപ്പെട്ടുവെന്നതാണെന്ന് പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്തെന്നാണ് പിയൂസ് 12 പറഞ്ഞത്? 50-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചൊരു വാക്കാണ്. എന്താണ്? നമ്മുടെ യുഗത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് അറിയോ? എന്താണ്? പാപബോധവും പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും. അതായത് പാപബോധവും പശ്ചാത്താപവും എന്തില്ല അല്ലേ, നഷ്ടപ്പെട്ടു എന്നതാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ രോഗങ്ങൾ, പാപങ്ങൾ എന്നിവ ഭേദമാക്കാൻ, സുഖപ്പെടുത്താനോ ക്ഷമിക്കാത്ത കാര്യങ്ങൾ എന്നിവ പരിഗണിക്കുമ്പോൾ ഈ ദുരന്തം കൂടുതൽ ഭീതിതമായി അല്ലേ, ഭയാനകമായി പരിഗണിക്കുന്നു. എന്നിട്ട് പറയാണ്, കരുണയുടെ യഥാർത്ഥ അനുഭവം നമുക്കിന്നില്ല. ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. എന്തെന്നാണ് ഇപ്പോൾ വായിച്ചത്? കരുണയുടെ യഥാർത്ഥ അനുഭവം നമുക്ക് ഇന്നില്ല. സത്യമല്ലേ? ശരിക്കും സത്യമാണോ അല്ലയോ? എന്തെന്നാണ് പറഞ്ഞത്? കരുണയുടെ യഥാർത്ഥ അനുഭവം നമുക്കിന്ന് ഇല്ല. ഇന്നില്ല. നമുക്ക് ഇങ്ങാട് കരുണ കിട്ടൽ കുറവാണ്. നമ്മൾ അങ്ങാട് കരുണ കൊടുക്കൽ ഒട്ടും തീരെ ഇല്ലേതാനും. മനസ്സിലാവുണ്ടോ? കരുണയുടെ യഥാർത്ഥ അനുഭവം നമുക്ക് ഇന്നില്ല. നമ്മുടെ യുഗത്തിൻ്റെ ദൗർബല്യം ഇതുകൂടിയാണ്. കണ്ടോ? നമ്മുടെ യുഗത്തിൻ്റെ ദൗർബല്യം ഇതുകൂടിയാണ്. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന വിധം ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ. എന്താണ്? ഒരു സെക്കൻഡ്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഓക്കെ, നമ്മളിപ്പോൾ എവിടെയായിരുന്നു? യഥാർത്ഥ അനുഭവം. നമ്മുടെ യുഗത്തിൻ്റെ ദൗർബല്യം ഇതുകൂടിയാണ്. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന വിധം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന വിധം വീണ്ടെടുപ്പിന് അവസരമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം അല്ലേ മനസ്സിലാവുണ്ടോ എന്തർത്ഥത്തിലാണെന്ന്? നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന വിധം. നമ്മൾ ജോലിയൊക്കെ ഒരു വരുമാന മാർഗം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണോ ഈ പറയണേ? സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന വിധം. മനസ്സിലാവണ്ടോ? നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന വിധം വീണ്ടെടുപ്പിന് അവസരമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. മനസ്സിലാവണ്ടോ? നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ഒരു കരം. ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇവിടെ 6 പോയിന്റുകളാണ് പറയണത്. എന്തൊക്കെയാണ്? നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ അവസരമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് എന്താണ്? നിങ്ങൾ വേണമെങ്കിൽ എണ്ണിക്കോ. എന്തെന്നാണ്? നിങ്ങളുടെ കൈപിടിച്ചുയർത്താൻ ഒരു കരം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങളെ രക്ഷിക്കാനൊരു ആശ്ലേഷം. മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങളോട് ക്ഷമിച്ച്. നാലാമത്തെ കാര്യം എന്താണ്? നിങ്ങളെ ഉയർത്തി. അഞ്ചാമത്തെ കാര്യം എന്താണ്? അനന്തമായ ക്ഷമയോടും. ആറാമത്തെ കാര്യം എന്താണ്? ആഹ്ലാദകരമായ സ്നേഹത്തോടും കൂടെ നിങ്ങളെ വീണ്ടെടുക്കാൻ കഴിയുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ തന്നെ അവസ്ഥയല്ലേ ശരിക്ക്? ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുണ്ടോ ഇതെവിടേക്കാണ് ഈ വാക്കുകൾ തിരിഞ്ഞിരിക്കണേന്ന്? എന്താണ് ഇത് ലക്ഷ്യമാക്കണേന്ന് ഈ വാക്കുകൾ? മനസ്സിലാവുണ്ടോ? നമ്മൾ പലപ്പോഴും വീഴും. നമ്മൾ എത്ര പ്രാർത്ഥനാനുഭവത്തിൽ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും, എത്ര ദൈവാനുഭവത്തിൽ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? വീഴും. അതിനിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് പോള് അദ്ദേഹം ധ്യാനങ്ങളിൽ കാണിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്.
ഇത് ഇങ്ങനെയാണ്. അത് നമ്മുടെ ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവർ അത് കുറേയൊക്കെ അറിയാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാനൊന്നും കൂടി ഇപ്പം ഇവിടെ അത് കറക്റ്റായിട്ട് നമുക്കത് എന്ത് ചെയ്യാം, അത് കോട്ട് ചെയ്യാവുന്നതാണ്. മനസ്സിലാവുണ്ടോ? ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇത് ഞാനാണ് കേട്ടോ, ഇത് ഞാനാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഞാനാണ്. അപ്പോൾ ഇതാരാണ്? ഇത് ദൈവത്തിൻ്റെ കരമാണ്. കണ്ടോ, ഇത് ദൈവത്തിൻ്റെ കരമാണ്. ഇത് ഞാനാണ് കേട്ടോ. ഇത് ദൈവത്തിൻ്റെ കരം കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. ഇത് ദൈവത്തിൻ്റെ കരം, ഇത് ഞാനാണ്. അപ്പോൾ ഞാൻ വളരെ പ്രാർത്ഥനാനുഭവത്തിലല്ലേ ദൈവാനുഭവത്തിലൊക്കെ നിൽക്കുന്ന സമയം ഉണ്ടോ അല്ലേ? പക്ഷേ ഒരു സമയത്ത് ശ്രദ്ധിക്കണേ, ഒരു സമയത്ത് എനിക്കെന്ത് പറ്റി? എനിക്ക് ഞാൻ വീണു. കണ്ടോ, വീണു. കണ്ടോ ഞാൻ ചെറിയ തെറ്റല്ല വലിയ പാപമൊക്കെ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ വീണു. എവിടെയാ വീണേക്കണേ? ഇതെന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ദൈവത്തിൻ്റെ കരം. നമ്മളെവിടെയാ വീണേക്കണേ? ദൈവത്തിൻ്റെ കരത്തിൽ. ഇപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ഈശോ നമ്മളെന്ത് ചെയ്യും? നമ്മളിങ്ങനെ പൊയ്ക്കോടാ എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയോ? അതോ എന്ത് ചെയ്യും? കണ്ടോ, ഈശോ നമ്മളെ എന്താ ഇപ്പം ഞാൻ ആ വാക്കുകളൊന്ന് വായിക്കട്ടെ. നിങ്ങളെ കൈ പിടിച്ചുയർത്താൻ ഒരു കരം, നിങ്ങളെ രക്ഷിക്കാൻ ഒരു ആശ്ലേഷം, നിങ്ങളോട് ക്ഷമിച്ച് നിങ്ങളെ ഉയർത്തി അനന്തമായ ക്ഷമയോടും ആഹ്ലാദകരമായ സ്നേഹത്തോടും കൂടെ നിങ്ങളെ വീണ്ടെടുക്കാൻ കഴിയുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മനസ്സിലായി? ഇവിടെ വിശ്വസിക്കുന്നില്ല എന്ന് എഴുതിയേക്കണേ. മാർപ്പാപ്പ പറയണം. കണ്ടോ, ഈശോ ആനന്ദമായ സ്നേഹത്താലും ക്ഷമയാലും അല്ലേ നമ്മളെ പിടിച്ചുയർത്തി നേരെ നിർത്തുന്നു. കണ്ടോ കുഴപ്പമില്ല. ഇനിയും നിനക്ക് പ്രത്യാശയുണ്ട്. മനസ്സിലാവുണ്ടോ പറഞ്ഞേ? മനസ്സിലായോ? ഇത് കറക്റ്റ് പോയിൻ്റ് അല്ലേ ഇത്? മനസ്സിലായോ? കണ്ടോ, നമ്മളെ കണ്ടോ പിടിച്ചുയർത്തി നിർത്തും കർത്താവ്. പക്ഷെ എന്ത് വേണം? കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ പറയണത് എപ്പോഴും എന്താണ്, ഞാൻ 1000 പ്രാവശ്യം ഒരു ദിവസം അല്ലെങ്കിൽ 1000-ലധികം പ്രാവശ്യം ഞാൻ വീഴാറുണ്ട്. ഒരു ദിവസം 1000-ലധികം പ്രാവശ്യം ഞാൻ വീഴാറുണ്ട്. ഞാൻ വലിയ തെറ്റ് അല്ലേ, വലിയ ലഹരി അപ്പം അതൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? 1000-ലധികം പ്രാവശ്യം ഞാൻ വീഴുന്നു. പക്ഷേ 1000-ലധികം പ്രാവശ്യവും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എഴുന്നേൽക്കും. കണ്ടോ, ഞാൻ എഴുന്നേക്കും. അതാണ് എൻ്റെ വിജയം. മനസ്സിലാവുണ്ടോ? എൻ്റെ വിജയം എന്താണ്? ഞാൻ 1000-ലധികം പ്രാവശ്യം ഞാൻ വീഴുന്നു, പക്ഷേ ഞാൻ 1000-ലധികം പ്രാവശ്യവും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എഴുന്നേൽക്കും. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രത്യാശ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു ഇതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. കരുണയുടെ യഥാർത്ഥ അനുഭവം നമുക്കിന്നില്ല. നമ്മുടെ യുഗത്തിൻ്റെ ദൗർബല്യം ഇതുകൂടിയാണ്. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന വിധം. കണ്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഭൗതികമായിട്ട് സ്വന്തം കാലിൽ നിൽക്കണ കാര്യമാണോ ഈ പറയണേ? ആണോ? നമ്മളെപ്പോഴും പറയാറില്ലേ നമ്മുടെ കുട്ടികളോട്, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണോ? പറയാറുണ്ടോ ഇല്ലയോ? മനസ്സിലായോ? അതെന്ത് സ്വന്തം കാലിൽ നിൽക്കാനാണ് ഉദ്ദേശിക്കണേ? ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിനായിട്ടുള്ള വക ഉണ്ടാക്കാനുള്ള സ്വന്തം കാലിൽ നിൽക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കണേ. പക്ഷെ ഇവിടെ ആ അർത്ഥത്തിലാണോ പറയണേ? മനസ്സിലായോ? എന്താ പറയണേ ഇവിടെ? നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന വിധം വീണ്ടെടുപ്പിന് അവസരമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളെ കൈ പിടിച്ചുയർത്താൻ ഒരു കരം, നിങ്ങളെ രക്ഷിക്കാൻ ഒരു ആശ്ലേഷം, നിങ്ങളോട് ക്ഷമിച്ച് നിങ്ങളെ ഉയർത്തി അനന്തമായ ക്ഷമയോടും ആഹ്ലാദകരമായ സ്നേഹത്തോടും കൂടെ നിങ്ങളെ വീണ്ടെടുക്കാൻ കഴിയുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നമ്മളിൽ ആരൊക്കെ ഇത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഡെയിലി അനുഭവമാണിത്. മനസ്സിലായി? എൻ്റെ ഡെയിലി അനുഭവമാണിത്. അപ്പം അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമുക്ക് കരുണ ആവശ്യമാണ്. നാം സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ജീവിതത്തിൻ്റെ പല തട്ടിലുമുള്ള ചെറുപ്പക്കാരും, ശ്രദ്ധിക്കണം കേട്ടോ,
ശ്രദ്ധിക്കണേ, നാം സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ജീവിതത്തിൻ്റെ പല തട്ടിലുമുള്ള ചെറുപ്പക്കാരും പ്രായമായവരും മനഃശാസ്ത്രജ്ഞരുടെയും കൈനോട്ടക്കാരുടെയും അരികിലേക്ക് പോകുന്നത്? ശ്രദ്ധിക്കണേ, മനസ്സിലായോ? എന്തുകൊണ്ട് നാം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? എന്തുകൊണ്ട് ജീവിതത്തിൻ്റെ പല തട്ടിലുമുള്ള ചെറുപ്പക്കാരും പ്രായമായവരും മനഃശാസ്ത്രജ്ഞരുടെയും കൈനോട്ടക്കാരുടെയും അരികിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാ? അല്ലേ? ക്രിസ്തുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവനിൽ ആശ്രയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പം എപ്പോഴും നമ്മുടെ അല്ലേ ക്രിസ്ത്യാനികളടക്കം ഉള്ളവരുടെയും അവസ്ഥ എന്താ? നമ്മൾ ഇപ്പോൾ ഒരു വീട് വെക്കണമെങ്കിൽ അല്ലേ എന്ത് ചെയ്യും? വാസ്തു നോക്കുക. ഇപ്പം ഞാൻ ഈ വീട് വെക്കുന്ന സമയത്ത് 6 വർഷം മുമ്പ് ഈ വീട് വെക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനെ തന്നെയാണ് ഞാൻ ഈ വീട് പണി ഏൽപ്പിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു വാസ്തു നോക്കണ്ടേ അല്ലേ, വാസ്തു നോക്കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു വാസ്തു നമ്മൾ നോക്കുന്നില്ല. അതെന്താണ്? ഞാൻ പറഞ്ഞു നമ്മൾ വാസ്തു നോക്കുന്നില്ല. അതായത് കർത്താവീശോ മിശിഹായിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അവൻ്റെ സമയവും അവൻ്റെ സ്ഥലവും, മനസ്സിലായോ? അവൻ്റെ ഏത് സമയവും അവൻ്റെ ഏത് സ്ഥലവും എന്താണ് നല്ലതാണ്, മനസ്സിലായോ? അവനൊരു ചീത്ത സമയമെന്നോ ഒരു ചീത്ത സ്ഥലമെന്നോ എന്നൊന്നില്ല, മനസ്സിലാവുണ്ടോ? എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഈ കഥ പറയുമ്പോൾ ഒരുപാട് കഥ ഇപ്പം ഇതിനെപ്പറ്റി പറയും. ഇപ്പം ഞാനിരിക്കുന്ന ഈ വീടിരിക്കുന്ന സ്ഥലം, ഇവിടെ ഞാനൊക്കെ ഞങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ പുല്ലൊക്കെ പറിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടി തന്നെയാണ് ഈ പുല്ലൊക്കെ പറിക്കാൻ മുറ്റത്ത്. അപ്പോൾ ഒരുപാട് കൂടോത്രം ചെയ്ത അതിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് എന്തൊക്കെയാണ് അത്, തകിട്, ചരട്, അങ്ങനെയുള്ള വെറ്റില, അറിയാലോ. എനിക്കിപ്പോഴും അതിനെക്കുറിച്ചൊന്നും അറിയില്ല, മനസ്സിലായോ എന്താ സംഭവം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടേക്കണത് കിട്ടുമായിരുന്നു, മനസ്സിലായോ? ആ ഭൂമിയിലാണ് നമ്മൾ ഇന്ന് ഈ വീട് വെച്ചിരിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു പ്രശ്നമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരണത് അപ്പം ചില ആൾക്കാർ എന്നോട് പറഞ്ഞു അതിപ്പോൾ ക്രിസ്ത്യാനികളും ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഉണ്ടായിരിക്കാം, ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കണില്ല. അപ്പോൾ ഈ വീട്ടിൽ വന്നവർക്കറിയാം അടുക്കള ഇരിക്കണം. അപ്പം എൻ്റെ കൂട്ടുകാരൻ അവനൊരു ബ്രാഹ്മണനാണ്. അപ്പോൾ അവനാ പറഞ്ഞടാ, നമ്മുടെ വിശ്വാസത്തിൽ അടുക്കള അവിടെ വരാൻ പാടില്ല, വന്നാൽ ദോഷമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അടുക്കള അവിടെ തന്നെ മതി എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ പിന്നെ അടുക്കള അവിടെ തന്നെ മതി എന്ന് പറഞ്ഞു. അവൻ എവിടെയാണ് വേണ്ടെന്ന് പറഞ്ഞതോ അവിടെ തന്നെയാണ് ആ അടുക്കള ഇരിക്കണേ, മനസ്സിലാവുണ്ടോ? നമുക്കൊരു ദോഷമില്ലല്ലോ, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. നമുക്കൊരു ആത്മധൈര്യമില്ല ഇതൊക്കെ കാണുമ്പോൾ. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ധൈര്യമുണ്ടോ? കാരണം ഞാൻ ലക്ഷക്കണക്കിന് അന്ധവിശ്വാസങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലേ, ഒരു മതത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങാടേക്കുള്ള എൻ്റെ പ്രയാണം, അല്ലെ കർത്താവ് എന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നമ്മൾ അതിലോട്ടൊന്നും ഒരുപാട് പോണില്ല. ഞാനിപ്പോൾ ഒരു 1-2 സൂചനകൾ സൂചിപ്പിച്ചാണ്. നമ്മളെപ്പോലത്തെ ആൾക്കാരെ, പ്രത്യേകിച്ച് പ്രായമായവരും ചെറുപ്പക്കാരും മനഃശാസ്ത്രജ്ഞന്മാരുടെയും കൈനോട്ടക്കാരുടെയും അരികിലേക്ക് പോകുന്നത്. ഈ കൈനോട്ടക്കാരുടെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മ വരാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, അതത്ര നല്ല കാര്യമല്ല. ഞാൻ 2007 കാലഘട്ടമാണ്. ആ കാലഘട്ടം അത്ര വലിയ ഓർമ്മ കിട്ടണില്ല. എന്തായാലും എറണാകുളം സബ് ജയിലിൽ കിടക്കുന്ന സമയം. അപ്പോൾ അവിടെ കേരളത്തെ നടുക്കിയ പെൺവാണിഭ കേസുകളിൽ ഒരു കേസ്.
ഞാൻ ആ കേസ് ഇപ്പോൾ പറയണില്ല, അത് ആ സ്ഥലത്തിനൊന്നും പറയുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ അല്ലേ നിങ്ങളുടെ അറിവിലുണ്ടല്ലോ വലിയ വലിയ പെൺവാണിഭ കേസുകൾ നടന്ന കാലഘട്ടമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതിൽ ഒരു കേസ്, അതുമായി ബന്ധപ്പെട്ട അതിൽ 1-ാം പ്രതി ഒളിവിലായിരുന്നു അല്ലേ. അതിന് ആള് വന്ന് ഇങ്ങനെ എന്താണ് അവൻ പിടിക്കപ്പെട്ട് വന്നേക്കണേണ്. അപ്പോൾ എൻ്റെ റൂമിൻ്റെ നേരെ മുമ്പിലാണ് ഇവനും കിടക്കണേ. അപ്പോൾ ഇയാളുടെ സംഭവം എന്താ, ഇയാളൊരു മുസ്ലിമാണ്. അപ്പോൾ ഇവൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ കൈ നോക്കണേണ്, അവിടെ കൈ നോക്കും, ഇവൻ കൈ നോക്കും. അപ്പോൾ മറ്റുള്ള തടവുകാർ പോയിട്ട് എന്ത് ചെയ്യും, ഇവൻ്റെ അല്ലേ കൈ നോക്കിക്കാണ്. അപ്പോൾ ആ റൂമിൽ കിടക്കണ മറ്റു ചില ആൾക്കാർ, എൻ്റെ പരിചയത്തിലുള്ളവന്മാർ പറഞ്ഞു, വന്ന് കൈ നോക്കാൻ പറഞ്ഞു. എങ്ങനെ? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൈ നോക്കണ്ട. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാനപ്പോൾ അവിടെ വീഡിയോ വലിച്ചൊക്കെ ഇരിക്കുകയാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം എൻ്റെ അടുത്ത് കൈ നോക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൈ നോക്കേണ്ട ആവശ്യം ഇല്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് ഇവർ എന്നെ ഇയാളുടെ അടുത്ത് അവിടെ ഞങ്ങൾ TV കാണാൻ, സിനിമ കാണാൻ വേണ്ടി ഇറക്കുമ്പോഴത്തേക്കും അപ്പുറത്തേക്ക് അങ്ങനെ പോയിരിക്കും ഓരോ റൂമുകളിൽ. അപ്പോൾ അങ്ങനെ ഇയാൾ വളരെ എന്നാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് വളരെ ഇതാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറയണേ ഇവിടെ ഇത് ഞാൻ വളരെ ഇതായിട്ട് പറയണേ കേട്ടോ. അപ്പോൾ ഇവിടെ ഏതൊരു വരയുണ്ട്, ഈ വര എന്താണ് മുട്ടിയിരിക്കണത് കൊണ്ടോ, മുട്ടിയിരിക്കണത് കൊണ്ട് 2 കല്യാണം കഴിക്കുമെന്നു. ഞാൻ 2 കല്യാണം കഴിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്, മനസ്സിലായോ? 2 വിവാഹം കഴിക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തെറ്റ് പറ്റുമോയെന്ന് ചോദിച്ചു ഇത് പറയണേൽ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മരണം വരെ 2ാമതൊരു വിവാഹം കഴിക്കാൻ പോകുന്നില്ല, മനസ്സിലായോ? ഇനി വേറൊരു സംഭവം നടക്കാം. എൻ്റെ ഭാര്യ മുസ്ലിമാണ്. അപ്പോൾ അവളെ ഞാനൊരു മാമോദീസ മുങ്ങിയ ഒരാളും കൂടിയാണ്. അപ്പോൾ അവളെ പള്ളി അറിഞ്ഞ് കെട്ട് നടത്തിയിട്ടില്ല. ഒരുപക്ഷെ അല്ലേ പള്ളി അറിഞ്ഞ് ഇനി അത് കെട്ട് നടത്തണം, മനസ്സിലായോ? അപ്പോൾ ഒരുപക്ഷെ താങ്കൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അത് അങ്ങനത്തെ കല്യാണമായിരിക്കും, മനസ്സിലായോ? താങ്കൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു 2ാം കല്യാണം എൻ്റെ ജീവിതത്തിലില്ല, മനസ്സിലായോ? വരാൻ സാധ്യതയില്ല. പക്ഷേ എന്ത് സംഭവിച്ചു? പള്ളി അറിഞ്ഞ് അല്ലേ 2019 പള്ളി അറിഞ്ഞ് ഞങ്ങൾ കെട്ട് നടത്തി, അവർ മാമുദി സ്വീകരിച്ചു, കെട്ട് നടത്തി, മനസ്സിലായോ? അപ്പം എനിക്ക് ഞാൻ 2ാമതൊരു വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല, മനസ്സിലായ? അങ്ങനെ നടക്കില്ല എന്ന് നമ്മൾ മനസ്സിലായോ? നമുക്കത് വിശ്വസിക്കാനേ പറ്റണില്ല. ഇപ്പം അയാൾ പറഞ്ഞത് നടന്നു, മനസ്സിലായോ? അയാൾ പറഞ്ഞതാണോ നടന്നത്, ഞാൻ പറഞ്ഞതാണോ നടന്നത്? അപ്പം ഇതാണ് ഒരു സ്ഥിതിവിശേഷം. അപ്പം എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു തരം ഒരു പ്രത്യേക അവസ്ഥയാണ് എനിക്ക്. അതിന് കാരണമുണ്ട്, അതിന് കാരണങ്ങൾ കുറേ ഉണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇങ്ങാടേക്ക് വന്നത് കൊണ്ടിട്ടാണത്, മനസ്സിലായി? അല്ലാണ്ട് അവരോട് സ്നേഹക്കുറവോ ഇഷ്ടക്കുറവോ ഉണ്ടായിട്ടൊന്നുമല്ല. അവർ ചെയ്യുന്ന പ്രവൃത്തി അതിൽ ഞാൻ വിശ്വസിക്കണില്ല, അത്രേ ഉള്ളൂ പ്രശ്നം, മനസ്സിലായോ? അപ്പോൾ ഇതാണ് കാര്യം. എന്തെന്നാണ് കാര്യം? എന്തുകൊണ്ട് ജീവിതത്തിൻ്റെ പല തട്ടിലുമുള്ള ചെറുപ്പക്കാരും പ്രായമായവരും മനഃശാസ്ത്രജ്ഞരുടെയും കൈനോട്ടക്കാരുടെയും അരികിലേക്ക് പോകുന്നത്? ഇപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. ഞാൻ പാലക്കാട് ജില്ലയിൽ നിൽക്കണ സമയത്ത് ഒരു വീട്ടിൽ നിൽക്കുകയാണ്. ആ വീട്ടിലെ ഗൃഹനാഥൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഞാനവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്രയും ദിവസം സംസാരിച്ച എന്നോട് വന്ന് സംസാരിക്കണ ആ സന്തോഷമോ ആ ചിരിയൊന്നും കാണാനില്ല പെട്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ആളൊന്നും നമ്മുടെ അടുത്ത് പറയണമില്ല. അപ്പോൾ ആളുടെ മക്കളുണ്ട്, ഭാര്യയുണ്ട്. പിറ്റേ ദിവസം എൻ്റെ അടുത്ത് പുള്ളിയുടെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ പറയുന്നത്? അപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് അവിടെ ഉണ്ട് കേട്ടോ, ആ വീട്ടിലുണ്ട്. അപ്പോൾ ഈ ഭാര്യ പറയാണ്, അതെ ചേട്ടൻ ഇന്നലെ കുമ്പസാരിക്കാൻ പോയപ്പോൾ ആ വൈദികൻ പറഞ്ഞു ഇന്ന മന്ത്രവാദിയുടെ അടുത്ത് പോകാൻ പറഞ്ഞു.
ഞാനതിനെ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല. കാരണം ആ പറഞ്ഞാൽ പിന്നെ അത് എല്ലാം പറയേണ്ടി വരും. മനസ്സിലായോ? എന്ത് പറഞ്ഞു? ഇതാണ് പ്രശ്നം. അപ്പോൾ ഇന്ന മന്ത്രവാദിനെ പോയി കണ്ടാൽ കാര്യം പരിഹരിക്കപ്പെടും. ഒരു പുരോഹിതൻ കുമ്പസാരിക്കാൻ ചെന്ന വിശ്വാസിയെ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇദ്ദേഹം പോയിട്ട് ഇന്നിത്ര കാശ്, അത് കൊടുക്കേണ്ട കാശ് കൊടുത്തു ഈ ആളുടെ അടുത്ത് പോയിട്ട്. പക്ഷെ കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇദ്ദേഹത്തിനൊരു സന്തോഷമില്ല, സമാധാനമില്ല, ചെയ്തത് തെറ്റാണ്, ദൈവത്തിനെതിരാണ് എന്നുള്ളൊരു തോന്നൽ. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിനോട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നെ. അപ്പോൾ ഇത് ഭാര്യയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണനോട് നമുക്ക് എന്നോട് സംസാരിക്കുകയാണ് അവർ. അപ്പം ഞാൻ പറഞ്ഞു പുള്ളിനോട് പറഞ്ഞു, എന്നോട് ചോദിക്കണ്ടായിരുന്നോ പോണേക്ക് മുമ്പ്? ഞാൻ പറയാറുന്നല്ലോ പോണോ വേണ്ടേന്ന്. ഞാൻ പറഞ്ഞു, ഒരു വൈദികൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പോകാനുള്ള എന്തില്ല, നിങ്ങൾ പോകേണ്ടതില്ല. ഇങ്ങനൊരു കാര്യത്തിന് പോകാൻ പറഞ്ഞാൽ പോകേണ്ടത് ഇല്ല. അനുസരിക്കാൻ നിങ്ങൾ കടമപ്പെട്ടവൻ അല്ല. മനസ്സിലായോ? എന്നിട്ടിപ്പോൾ ഞാൻ മറ്റൊരു വൈദികൻ്റെ അടുത്ത് കുമ്പസാരിപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ആ സന്തോഷവും ഒക്കെ വീണ്ടും കിട്ടി. അപ്പം ഇതും കൂടി ഇങ്ങനെ ഓർമ്മ വന്നതാണ്. അപ്പം മനഃശാസ്ത്രജ്ഞരുടെയും കൈനോട്ടക്കാരുടെയും അരികിലേക്ക് പോകുന്നത് കർദിനാൾ ജിയോകോമോ ബിഫി ഇക്കാര്യത്തെക്കുറിച്ച് ആംഗലേയ എഴുത്തുകാരനായ G.K. ചെസ്റ്റനെ ഉദ്ധരിച്ചത് ഓർമ്മിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ അവൻ എല്ലാറ്റിനെയും ആരാധിക്കാൻ തുടങ്ങും. എന്താ പറഞ്ഞത്? മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ അവൻ എല്ലാറ്റിനെയും ആരാധിക്കാൻ തുടങ്ങും. ഒരിക്കൽ ഒരാൾ പറയുന്നത് കേൾക്കാനിടയായി, എൻ്റെ മുത്തശ്ശിയുടെ ജീവിതകാലത്ത് ഒരു കുമ്പസാരക്കാരൻ മതിയായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ മുത്തശ്ശിയുടെ ജീവിതകാലത്ത് ഒരു കുമ്പസാരക്കാരൻ മതിയായിരുന്നു. ഇന്ന് ഭാഗ്യം പ്രവചിക്കുന്ന അനേകം പേർ ആവശ്യമായി വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാണ് അടുത്ത വാക്ക്. ഇന്ന് ആളുകൾ കഴിയുന്നിടത്തെല്ലാം രക്ഷ കണ്ടെത്താൻ പരിശ്രമിക്കുന്നു. കണ്ടോ? ഇന്ന് ആളുകൾ കഴിയുന്നിടത്തെല്ലാം രക്ഷ കണ്ടെത്താൻ പരിശ്രമിക്കുന്നു. അതാണ് രക്ഷ ക്രിസ്തുവിൽ നിന്നാണ്. ആ രക്ഷയിലേക്ക് കടന്നു ചെല്ലാൻ മുതിരാതെ, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കാതെ മറ്റു സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ കൈനോട്ടത്തിലൂടെയും ഈ ഇത്തരത്തിലൂടെയെല്ലാം എന്ത് ചെയ്യാം? നമ്മുടെ രക്ഷയെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു ഹൃദയാവസ്ഥ. എൻ്റെ മുത്തശ്ശിയുടെ ജീവിതകാലത്ത് ഒരു കുമ്പസാരക്കാരൻ മതിയായിരുന്നു. ഇന്ന് ഭാഗ്യം പ്രവചിക്കുന്ന അനേകം പേർ ആവശ്യമായി വന്നിരിക്കുന്നു. കാരണം എന്താണ്? കാരണം മനുഷ്യരെല്ലാവരും ഇപ്പോൾ എന്തിനു വേണ്ടി നടക്കുകയാണ്? രക്ഷ കണ്ടെത്താൻ വേണ്ടി നെട്ടോട്ടമാണ്. നമുക്ക് നാളത്തെ കാര്യം എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പോയി അറിയാൻ ആഗ്രഹിക്കുകയാണ്, കൈനോട്ടക്കാരുടെ അടുത്തൊക്കെ പോയിട്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാണ്. അപ്പോൾ ഈ ഭാഗമെല്ലാം CCC ഇപ്പം എടുക്കണ്ട. 2115, 116 ജാതക നോട്ടം, കൈനോട്ടം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കോട്ടുകൾ അവിടെ ഉണ്ട്. എന്തൊക്കെയാണ്? അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾ ആ സൈഡിൽ ഈ CCC ഈ ബുക്കിൽ തന്നെ അവിടെ സൈഡിൽ എഴുതണം 2115, 116 അല്ലേ എന്നുള്ളത്. ആ കോട്ടൊക്കെ അവിടെ എഴുതി വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. ഇപ്പം അതൊക്കെ വലിയ വിഷയങ്ങളാണ്, വലിയ കാര്യങ്ങളാണത്. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ വായിച്ചു പോയത് കൊണ്ടും ആയില്ല. വായിക്കണമെങ്കിൽ കറക്റ്റായിട്ട് അതിനെ പറഞ്ഞ് പോകേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഈ കോട്ടുകൾ നിങ്ങൾ അവിടെ എഴുതി വെച്ചോ. അങ്ങനെ അവിടെ ഈ ചോദ്യത്തിൻ്റെ അവിടെയൊക്കെ തന്നെ അങ്ങനെ എഴുതി വെച്ചോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിച്ച് അതിനെയൊക്കെ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ എന്താണ് ഇനി അടുത്ത ചോദ്യം? അങ്ങ് സൂചിപ്പിക്കുന്ന ഈ പ്രതിഭാസങ്ങൾ
അതായത് ഈ സംഭവങ്ങൾ മനഃശാസ്ത്രജ്ഞരുടെയും ഭാഗ്യം പ്രവചിക്കുന്നവരുടെയും കാര്യം മനുഷ്യ ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടായിട്ടില്ലേ? അതാണ് ചോദ്യം. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, തീർച്ചയായും എല്ലാ നാളുകളിലും ജ്യോത്സ്യന്മാരും ആൾ ദൈവങ്ങളും ഭാഗ്യം പ്രവചിക്കുന്നവരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ പോലെ കൂടുതൽ ആളുകൾ, ശ്രദ്ധിക്കണോട്ടോ, ഇനി ശ്രദ്ധിക്കണേ, പക്ഷെ ഇന്നത്തെ പോലെ കൂടുതൽ ആളുകൾ ആത്മീയമായ ആരോഗ്യത്തിനും, ശ്രദ്ധിക്കണേ ആ വാക്ക്, കണ്ടോ, ആത്മീയമായ ആരോഗ്യത്തിനും, ശ്രദ്ധിക്കണോട്ടോ ആ വാക്ക്, ആത്മീയമായ ആരോഗ്യത്തിനും രോഗശാന്തിക്കുമായി ഇവരുടെ, ആരുടെ, ഈ കൈനോട്ടക്കാരുടെയും ഈ ജ്യോതിഷം പ്രവചിക്കുന്നവരുടെയും അരികിലേക്ക് ഓടിയെത്തിയിരുന്നില്ല. കണ്ടോ, അവരുടെ അടുക്കിലേക്ക് പോയിരുന്നില്ല ഇന്നത്തെ പോലെ. ആ ഒരു വാക്ക് എന്നെ സ്പർശിച്ചു. കണ്ടോ, ആ വാക്ക് എന്താണ്? ആത്മീയ ആരോഗ്യത്തിന്, ആത്മീയ ആരോഗ്യത്തിന്, രോഗശാന്തിക്കുമായി ഇവരുടെ അരികിലേക്ക് ഓടിയെത്തിയിരുന്നില്ല. എല്ലാ കാലഘട്ടത്തിലും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇന്നത്തെ പോലെ ആളുകൾ അല്ലേ ആത്മീയ ആരോഗ്യത്തിനും രോഗശാന്തിക്കുമായിട്ട് ഈ ആൾക്കാരുടെ അടുക്കിലേക്ക് ഓടിയെത്തിയിരുന്നില്ല. കാരണം എന്താണ്? കാരണമാണ് പറയണേ. അത് നോക്കിയേ, കൂടുതൽ പേരും അവരെ കേൾക്കാൻ ആരെങ്കിലും സന്നദ്ധരാണോ എന്നാണ് ചിന്തിച്ചിരുന്നത്. എന്താണ് ചിന്തിച്ചിരുന്നത്? ഈ ആൾക്കാർ, ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്തേക്ക് ഓടിപ്പോകാതിരുന്നത് എന്താണ്? നേരത്തെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോകാതിരുന്നത് എന്താ? അല്ലെങ്കിൽ ഇന്നത്തെ പോലെ പോകാതിരുന്നത് എന്തായിരുന്നു? കൂടുതൽ പേരും കേൾക്കാൻ ആരെങ്കിലും സന്നദ്ധരാണോ? ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയാമോ? ഈ ഭൂമിയിൽ തന്നെ മനുഷ്യരുടെ എന്താ വിഷയം എന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മളെ കേൾക്കാൻ ആളില്ല. മനസ്സിലാവുണ്ടോ? നമ്മളെ കേൾക്കാൻ ആളില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഈ നിമിഷം വരെ, ഈ നിമിഷം വരെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല. എന്ത് ചോദിച്ചിട്ടില്ല? കണ്ണാ, നിൻ്റെ ദുഃഖങ്ങൾ എന്താണെന്ന് പറയും, മനസ്സിലായോ? നിന്നെ ഞാൻ കേൾക്കാം എന്ന് ഭൂമിയിൽ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലാവണ്ടോ? എന്ത് പറഞ്ഞില്ല? എന്നെ കേൾക്കാൻ ആരും വന്നില്ല. ആകെ ഒരാൾ വന്നുള്ളൂ. അത് ഭൂമിയിൽ മാത്രമുള്ള ആളല്ല, അല്ലേ? അത് ഈശോ മിശിഹായായിരുന്നു. അപ്പം മാത്രമേ വന്നുള്ളൂ നമ്മളെ കേൾക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനെടുത്ത തീരുമാനം എന്താണെന്ന് അറിയാമോ? അതുകൊണ്ട് തന്നെ ഞാനെടുത്ത തീരുമാനം, എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ കേൾക്കും. എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ ഏത് സമയത്തും ഞാൻ കേൾക്കും. മനസ്സിലായോ? അങ്ങനെ ഞാനൊരു കാരണം എന്തുകൊണ്ടാണ് ആ തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ, എന്നെ കേൾക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ കേൾക്കും. അതാണ് എനിക്ക് കർത്താവ് തന്ന ഒരു ചിന്താധാര. അല്ലെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്, നിൻ്റെ അടുത്ത് വരുന്നവരെ നീ കേൾക്കുക. മനസ്സിലാവുണ്ടോ? ശ്രദ്ധിക്കണോട്ടോ, വളരെ പ്രധാനപ്പെട്ട, വെറുതെ കുറേ വാക്കുകൾ ഇവിടെ എഴുതി വെച്ചിരിക്കുക അല്ല എന്ന് ഞാൻ നേരത്തെയും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഓരോ വാക്കിലും നമ്മുടെ ജീവിതമുണ്ട്. ഓരോ വാക്കിലും എന്തുണ്ട്? നമ്മുടെ ജീവിതങ്ങളാണ്. മനസ്സിലായോ? കൂടുതൽ പേരും അവരെ കേൾക്കാൻ ആരെങ്കിലും സന്നദ്ധരാണോ എന്നാണ് ചിന്തിച്ചിരുന്നത്. ചിലരെല്ലാം അവർക്ക് സമയം നൽകാനും, ശ്രദ്ധിക്കണോട്ടോ, ചിലരെല്ലാം അവർക്ക് ഈ കേൾക്കാൻ, അല്ലേ, എന്നെ കേൾക്കാൻ ഒരാൾ ഉണ്ടോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിലായോ? ഞാൻ ആഗ്രഹിക്കുകയാണ്, എന്നെ കേൾക്കാൻ ഒരാൾ ആരെങ്കിലും ഉണ്ടാവോ? അപ്പോൾ ചിലരെല്ലാം അവർക്ക് സമയം നൽകാൻ, കണ്ടോ, ആ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മറ്റു ചിലർ എന്ത് ചെയ്തു? അവർക്ക് സമയം നൽകാനും അവരുടെ ജീവിതത്തിലെ നാടകീയതകളും പ്രശ്നങ്ങളും കേൾക്കാനും സന്നദ്ധരായിരുന്നു. മനസ്സിലാവുണ്ടോ പറയണേ? കണ്ടോ, ചിലരെല്ലാം അവർക്ക് സമയം നൽകാനും അവരുടെ ജീവിതത്തിലെ നാടകീയതകളും പ്രശ്നങ്ങളും കേൾക്കാനും സന്നദ്ധരായിരുന്നു. ഇത് തന്നെയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നടക്കണേ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കേൾക്കാൻ നമ്മുടെ വീട്ടിലോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുമിത്രാദികളോ നമ്മുടെ നാട്ടിലോ ആരാ ഉള്ളത്? സത്യം പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ
അവസ്ഥയിലേക്ക് നിന്ന് കേൾക്കാനായിട്ട് ആരടുത്ത് നമ്മൾ പറയും ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ? മനസ്സിലാവുണ്ടോ? അപ്പോൾ മാർപ്പാപ്പയുടെ മറുപടി കേട്ടോ ഈ ചോദ്യത്തിന്. ഈ മനഃശാസ്ത്രജ്ഞന്മാരും കൈനോട്ടക്കാരും ഭാഗ്യം പ്രവചിക്കുന്നവരൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഉണ്ടായിരുന്നു, അത് ശരിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് മാർപ്പാപ്പയുടെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചോ നിങ്ങൾ? മനസ്സിലായോ? അവർക്ക് സമയം നൽകാനും അവരുടെ ജീവിതത്തിലെ നാടകീയതകളും പ്രശ്നങ്ങളും കേൾക്കാനും സന്നദ്ധരായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ അടുത്ത് വരുന്ന ഓരോരുത്തരെയും നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം. നിങ്ങളുടെ സമയവും നിങ്ങളുടെ തിരക്കും മാത്രം നോക്കിയിരിക്കരുത്. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ അടുത്ത് വരുന്ന ഓരോരുത്തരെയും നിങ്ങൾ, അത് നമ്മുടെ അടുത്ത് കർത്താവ് പറയും, പരിശുദ്ധാത്മാവ് സംസാരിക്കും, ആളെ കേൾക്കാൻ പറയും. മനസ്സിലായോ? അവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. അപ്പം മിനിഞ്ഞാന്ന് ഒരാൾ ഇപ്പം ഈ റൂമിൽ വന്നിരുന്ന് ഇങ്ങനെ, അപ്പം ഞാൻ അയാളെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ പ്രശ്നമാണ്, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരു കുടുംബനാഥൻ വന്നിരുന്ന് ഇവിടെ നിന്ന് ആൾ കരയണമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഞാൻ കേട്ടിട്ട് ഞാൻ അതിന് മരുന്ന് പറഞ്ഞു കൊടുത്തു. അതിനെന്താണ് മരുന്നെന്ന് പറഞ്ഞു കൊടുത്തു. മനസ്സിലായോ? ആൾ പോയി. അപ്പോൾ ആളിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നാണ് പറഞ്ഞിട്ടാണ് പോയേക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരണത് ഇങ്ങനെയൊക്കെ വായിക്കുമ്പോഴേ. ഇതൊക്കെ ഓരോ വാക്കുകളും മാർപ്പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ. ചിലരെല്ലാം അവർക്ക് സമയം നൽകാനും അവരുടെ ജീവിതത്തിലെ നാടകീയതകളും പ്രശ്നങ്ങളും കേൾക്കാനും സന്നദ്ധരായിരുന്നു. ഇതാണ് ഞാൻ ചെവിയുടെ അപ്പസ്തോലേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഞാൻ ചെവിയുടെ അപ്പസ്തോലേറ്റ്. കണ്ടോ? കേൾക്കുക. നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പറയുക എന്നുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ വന്നു. അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ അവസ്ഥയാണ്. നമ്മളുടെ അവസ്ഥ അതാണ്. നമ്മൾക്ക് കൂടുതൽ പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളിത് പറയും. ഇങ്ങനെ ആരെ കിട്ടിയാലും ഈ പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, കണ്ണൻ കൗൺസിലിംഗ് ചെയ്യുമോ? ഞാൻ പറഞ്ഞു, കൗൺസിലിംഗ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറയും, ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. മനസ്സിലായോ? നിങ്ങൾ അന്നൊന്നും ഇത് വായിച്ചിട്ടല്ല ഞാനീ പറയണത്. അതിപ്പം ഇങ്ങനെ വായിക്കുമ്പോൾ, ഇതൊക്കെ ഇങ്ങനെ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാണ്. അപ്പം അന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചതും. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്ന അടുത്ത് ഇപ്പം ഈ മിനിയാന്ന് വന്ന ആളും ചോദിച്ചത് കൗൺസിലിംഗ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടാ വന്നേ. അവർ ഞാൻ കൗൺസിലിംഗ് ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ ദുഃഖം എന്ത് ചെയ്യാം? കേൾക്കാം. എന്നിട്ട് അതിന് എന്തെങ്കിലും പരിഹാരമൊക്കെ നമുക്ക് പറയാൻ ശ്രമിക്കാം. മനസ്സിലായോ? എന്ത് ചെയ്യാം? ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആ പറയുന്ന ആൾക്കാരുടെ കുറേ അവസ്ഥകൾ, ആ അവസ്ഥകളിൽ നിന്ന് കുറച്ച് എന്ത് വരും? ഒരു മാറ്റം വരും. മനസ്സിലാവുന്നുണ്ടോ? അവർ പറയാനുള്ളത് പറയുമ്പോൾ തന്നെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ്, എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും? വാവിട്ടിങ്ങനെ കരയും. സ്ത്രീകളുണ്ട്, ആണുങ്ങൾ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വാവിട്ട് കരയും. അപ്പം ഞാൻ എന്ത് പറയും? കരച്ചിൽ നിർത്ത് എന്ന് പറയില്ല. മനസ്സിലായോ? കരയണ്ട എന്നും പറയില്ല. എന്ത് പറയും? കരഞ്ഞോളാൻ പറയും. മനസ്സിലായോ? കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കും. മനസ്സിലാവുണ്ടോ? ഇതാണ് കേൾക്കുക, ചെവിയുടെ അപ്പസ്തോലേറ്റ്. മനസ്സിലായോ? അപ്പോൾ അവരുടെ കരച്ചിലും നമ്മൾ കേൾക്കുകയാണ്. മനസ്സിലായോ? അവരുടെ കരച്ചിലുകൾ പോലും നമ്മൾ കേൾക്കുന്നു. ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് അത്. അങ്ങനെ ഇല്ലാതെ കേൾക്കാൻ പറ്റുമോ? ഇതാണ് ഞാൻ ചെവിയുടെ അപ്പസ്തോലേറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കേൾക്കുക എന്നുള്ളതേ വളരെ പ്രധാനപ്പെട്ടത് തന്നെ. കുമ്പസാരക്കാരോട് ഇങ്ങനെ പറയാൻ ഞാൻ നിർബന്ധിതനാകുന്നു: സംസാരിക്കുക, ക്ഷമയോടെ കേൾക്കുക. കണ്ടോ? സംസാരിക്കുക, ക്ഷമയോടെ കേൾക്കുക. മനസ്സിലായോ? സംസാരിക്കുക, ക്ഷമയോടെ കേൾക്കുക. എല്ലാറ്റിനും ഉപരിയായി ദൈവം അവരെ സ്നേഹിക്കുന്നുവെന്ന് ആളുകളോട് പറയുക.
കണ്ടോ, ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമുക്ക് കൗൺസിലിംഗ് ഒന്നും ചെയ്യാൻ അറിയില്ല. അപ്പം നമ്മളെന്ത് പറയണം? ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നു, നിങ്ങളവരെ കേട്ടു, അവർ കുറേ കരഞ്ഞു, അല്ലേ, അത് കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അല്ലേ, നമുക്ക് ആർക്കെങ്കിലും കൗൺസിലിംഗ് ചെയ്യാൻ അറിയും? ഞാനും അടക്കമുള്ള നമുക്ക് ആർക്കും കൗൺസിലിംഗ് ചെയ്യാൻ ഇപ്പോൾ ഈ നിലവിൽ ഈ കൂട്ടായ്മയിലായിരിക്കും എനിക്കും അറിയില്ല കൗൺസിലിംഗ് ചെയ്യാൻ. നമ്മളെന്ത് പറയും? ഇത് ഈ ആൾക്കാരോട് ഇവരുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക. മനസ്സിലാവുണ്ടോ? കർത്താവ് ഏതവസ്ഥയിലും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു മോനെ മോളെ എന്ന് പറയാനടുത്താണ് ഇത് വർക്കാവണേ. മനസ്സിലായി? എന്താ പറഞ്ഞത് മാർപ്പാപ്പ? എന്താ പറഞ്ഞത്? എല്ലാറ്റിനും അവരോട് സംസാരിക്കുക, അവരെ കേൾക്കുക. ആദ്യം അവരെ കേൾക്കുക, അത് കഴിഞ്ഞിട്ട് അവരോട് സംസാരിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് പറഞ്ഞത്? എല്ലാറ്റിനും ഉപരിയായി ദൈവം അവരെ സ്നേഹിക്കുന്നുവെന്ന് ആളുകളോട്, അതായത് അവരോട് പറയുക. മനസ്സിലാവുണ്ടോ? ഒരു കുമ്പസാരക്കാരന് ഒരാളുടെ പാപം മോചിക്കാൻ കഴിയുന്നില്ലെങ്കിലും അതെന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ കൂദാശയില്ലാതെ അയാളെ അനുഗ്രഹിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ കൂദാശയില്ലാതെ. അതൊക്കെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അല്ലേ ചില കാര്യങ്ങളുമേൽ ക്രൈസ്തവരായ വിശ്വാസികളടക്കം തെറ്റിദ്ധാരണയിലേക്ക് പോയായിരുന്നു അല്ലേ. ആശീർവാദം നൽകേണ്ട കാര്യങ്ങൾ അല്ലേ, നമുക്കറിയാം വിഷയങ്ങളൊക്കെ. അപ്പോൾ മാർപ്പാപ്പ അവർക്കും അല്ലേ ആശീർവാദം നൽകണമെന്ന് പറഞ്ഞത് അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. മനസ്സിലായോ? ആർക്ക് ആശീർവാദം അല്ലേ? നമ്മളിനി ആ വിഷയത്തിലൊന്നും കടക്കുന്നില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ മാർപ്പാപ്പ എന്താ കണ്ടോ, കൂദാശയില്ലാത്ത ആശീർവാദം. മനസ്സിലായോ? പരിശുദ്ധമായ കൂദാശയില്ലാതെ അയാളെ അനുഗ്രഹിക്കേണ്ടതുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യമൊക്കെ ആയിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യപ്പെട്ടത്, അല്ലേ വിഷയങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. അവരുടെ ആ ബന്ധങ്ങളെ അത് ആശീർവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ. അപ്പോൾ അത് എന്തർത്ഥത്തിൽ ആശീർവദിക്കണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞതെന്ന് മനസ്സിലാക്കണില്ല. ഇപ്പോൾ ഒരു പുരോഹിതൻ്റെ അടുത്ത് ഈ ട്രാൻസ്ജെൻഡേഴ്സുകാരായ അല്ലേ 2 പേര്, അവരുടെ ആ ജീവിതം നയിക്കുന്ന 2 പേര് വന്നിട്ട് അവരുടെ ദുഃഖങ്ങളും അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞു, ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണേ എന്ന് പറയുമ്പോൾ അനുഗ്രഹിക്കാണ്ട് വിടണോ? പറയും. അത് കൂദാശയിലൂടെ അല്ല. മനസ്സിലാവുണ്ടോ? പരിശുദ്ധമായ കൂദാശയില്ലാതെ അയാളെ അനുഗ്രഹിക്കേണ്ടതുണ്ട്. അത് സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കാത്തവരിൽ പോലും, ശ്രദ്ധിക്കണോട്ടോ, അത് സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കാത്തവരിൽ പോലും ദൈവസ്നേഹം നിലനിൽക്കുന്നു. കണ്ടു? അത് സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കാത്തവരിൽ പോലും ദൈവസ്നേഹം നിലനിൽക്കുന്നു. കണ്ടോ? അപ്പോൾ അവരോട് നമുക്ക് പറയാൻ സാധിക്കില്ലേ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്? നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സുകാരായതുകൊണ്ട് നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നില്ല എന്നാണോ പറയേണ്ടത്? അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ശരിയാകോ? അതാണോ സത്യം? അവരും കർത്താവിൻ്റെ സൃഷ്ടികളല്ലേ. കർത്താവിന് പറ്റിയതല്ലല്ലോ. അവരങ്ങനെ സൃഷ്ടിക്കപ്പെടണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. കർത്താവ് അവരെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉണ്ടോ? അത് സ്വീകരിക്കാൻ, അപ്പോൾ ഈ പരിശുദ്ധമായ കൂദാശയില്ലാതെ ആ ആളെ അനുഗ്രഹിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയാണ്, അത് സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കാത്തവരിൽ പോലും ദൈവസ്നേഹം നിലനിൽക്കുന്നു. ദൈവസ്നേഹത്തിന് അല്ലേ എന്തില്ല? പക്ഷപാതമില്ല. മനസ്സിലായോ? കാരണം എന്താണ്? അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടതിന് പക്ഷപാതമില്ല. 2 ഭാഗം പിടിച്ചുള്ള സ്നേഹിക്കലല്ല. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. എന്താണ്? നന്ദിഹീനരോടും എന്താണ്? ദുഷ്ടരോടും കരുണ കാണിക്കുന്ന പിതാവ്.
എന്ന് നമ്മൾ നേരത്തെ ആ ലൂക്കായിലെ വചനം വായിച്ചായിരുന്നു. എന്താണ് ശരി, പരിശുദ്ധമായ കൂദാശ അനുഗ്രഹിക്കേണ്ടതുണ്ട്. അത് സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കാത്തവരിൽ പോലും ദൈവസ്നേഹം നിലനിൽക്കുന്നു. ആ പുരുഷൻ, ആ സ്ത്രീ, ആ ആൺകുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടി എല്ലാവരും തന്നെ ദൈവസ്നേഹത്താൽ സ്നേഹിക്കപ്പെടുന്നു. എല്ലാവരും തന്നെ ആ ദൈവസ്നേഹത്താൽ സ്നേഹിക്കപ്പെടുന്നു. കണ്ടോ, ഏത് മനുഷ്യൻ ഏത് ഭയാനകമായ അവസ്ഥയിലായിക്കോട്ടെ, കർത്താവ് അവരെ സ്നേഹിക്കണുണ്ടോ ഇല്ലയോ? നമ്മൾ അവരെ മാറ്റി നിർത്തുന്നു. നമ്മൾ അവരുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ദുഷ്ടതകളും കണ്ടുപിടിച്ചിട്ട് നമ്മൾ മാറ്റി നിർത്തും. ഇന്ന പ്രശ്നങ്ങളാണ്, ഒന്നും അടുപ്പിക്കാൻ കൂടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കർത്താവ് എങ്ങനെയാണ്? കർത്താവ് ഇല്ലേ, ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കുഷ്ഠരോഗിയെ സ്പർശിക്കാൻ പാടില്ല, നിയമം നിലവിലിരിക്കുകയാണ്. നിയമം. കർത്താവ് അവനെ തൊട്ട് സുഖപ്പെടുത്തുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പം ഈ പറഞ്ഞ ആൾക്കാർ കർത്താവിൻ്റെ മുമ്പിൽ വന്ന കർത്താവ് എന്തായിരിക്കും ചെയ്യുക? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ തന്നെയല്ലേ ചെയ്യുക? അതിന് യാതൊരു മാറ്റമില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യുന്ന മനുഷ്യരെ കാണുമ്പോഴും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. ഇതിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് കുറേ അല്ലേ അദ്ദേഹത്തിന് കുറേ അല്ലേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു അദ്ദേഹം ശരിക്കും. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം അത് അങ്ങനെ തന്നെയാണ്, അതായിരുന്നു സത്യം. കൂദാശയില്ലാതെ അനുഗ്രഹിക്കാൻ സാധിക്കും, അനുഗ്രഹിക്കണം, അത് കൂദാശയിലൂടെ അല്ല എന്ന് ആവശ്യമുണ്ട്. എല്ലാവരും ദൈവത്താൽ അടുത്ത വാക്ക് നോക്കൂ നിങ്ങൾ. അവരെ ദൈവം അന്വേഷിക്കുന്നു. അവരെല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ എല്ലാവരും ദൈവസ്നേഹത്താൽ സ്നേഹിക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവരെ ദൈവം അന്വേഷിക്കുന്നു. നമ്മൾ ഇത്തരക്കാരെ അന്വേഷിക്കുക പോലുമില്ല. അവരെ കണ്ടപ്പോൾ വഴിമാറിപ്പോവും. മനസ്സിലാവുണ്ടോ? പക്ഷേ ദൈവം അവരെ അന്വേഷിക്കുന്നു. അവർക്ക് അനുഗ്രഹം ആവശ്യമുണ്ട്. ഇത്തരം ആളുകളോട് സൗമ്യമായി പെരുമാറുക. കണ്ടോ, ഇത്തരം ആളുകളോട് സൗമ്യമായി പെരുമാറുക. അവരെ അകറ്റി നിർത്തരുത്. അവരെ അകറ്റി നിർത്തരുത്. മനസ്സിലായി? ആളുകൾ കഷ്ടപ്പെടുകയാണ്. ഒരു കുമ്പസാരക്കാരനാവുക എന്നത് വലിയ ഉത്തരവാദിത്വമാണ്. ദൈവം വളരെയധികം സ്നേഹിക്കുന്ന നഷ്ടപ്പെട്ട ആടുകളാണ് കുമ്പസാരക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ. ശ്രദ്ധിച്ചോ? എന്താണ്? ഒരു കുമ്പസാരക്കാരനാവുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ദൈവം വളരെയധികം സ്നേഹിക്കുന്ന നഷ്ടപ്പെട്ട ആടുകളാണ് കുമ്പസാരക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ. നാം ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അവർക്ക് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, കണ്ടോ, നാം ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അവർക്ക് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരെ അകറ്റി നിർത്തിയാൽ ഒരു പക്ഷേ അവർ തിരിച്ചു വന്നേക്കില്ല. മനസ്സിലായോ? നാം ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അവർക്ക് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവരെ അകറ്റി നിർത്തിയാൽ ഒരു പക്ഷേ അവർ തിരിച്ചു വന്നേക്കില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ എവിടെയൊക്കെ ബന്ധമുണ്ടോ ഇല്ലയോ? മനസ്സിലായോ? നമ്മൾ ആരെങ്കിലും ഇതുപോലെ അകറ്റി നിർത്തിയിട്ടുണ്ടോ? ഒരുപക്ഷെ അവർ തിരിച്ചു വന്നേക്കില്ല. അപ്പം ഇവിടെയൊക്കെ എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരികയാണ്. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും പറയണില്ല. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതും ഇനി പറയാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇനി അതൊന്നും ഇതിലോട്ട് കൊണ്ടുവരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ തോമസ് പോള് അദ്ദേഹം എന്നെ കൊണ്ടുകൊണ്ട് നടന്ന കാര്യവും കഥകളൊക്കെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ട്. പക്ഷെ ചില കേൾക്കാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഇനി ഒന്നും പറയണില്ല. അപ്പോൾ കേട്ട കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. കണ്ടോ, നാം ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അവർക്ക് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവരെ അകറ്റി നിർത്തിയാൽ ഒരുപക്ഷെ അവർ തിരിച്ചു വന്നേക്കില്ല. അവരുടെ പാപം മോചിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലും
അവരെ ആലിംഗനം ചെയ്യുക, അവരോട് അനുകമ്പ കാണിക്കുക. മനസ്സിലായോ? അവരെ ആലിംഗനം ചെയ്യുക, അവരോട് അനുകമ്പ കാണിക്കുക. അപ്പോൾ ചില ആൾക്കാരൊക്കെ കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നും പറയാനുണ്ടാവില്ല അവരോടൊന്നും. അപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കണമൊക്കെ നല്ലതായിരിക്കും. മനസ്സിലായോ? നാം ദൈവത്തിൻ്റെ സ്നേഹം, അവരെ ആലിംഗനം ചെയ്യുക, അവരോട് അനുകമ്പ കാണിക്കുക, എന്തായാലും അവരെ ആശീർവദിക്കുക. മുൻ വിവാഹം റദ്ദാക്കുന്നതിന് മുൻപ് ഒരാളെ വിവാഹം കഴിച്ച ഒരു മരുമകൾ എനിക്കുണ്ട്. അവർ സിവിൽ നിയമപ്രകാരം വിവാഹിതരായി. അവർ പരസ്പരം ഏറെ സ്നേഹിച്ചിരുന്നു. അവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. സഭാ കോടതിയിലെ ന്യായാധിപൻ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന 3 കുട്ടികളെയും അയാൾക്ക് വിട്ടു നൽകാൻ വരെ ഉത്തരവിട്ടു. ഈ മനുഷ്യൻ ഒരു നല്ല വിശ്വാസിയായിരുന്നു. എല്ലാ ഞായറാഴ്ചയും അയാൾ ദൈവാലയത്തിൽ എത്തിയിരുന്നു. കുമ്പസാര വേളയിൽ അയാൾ വൈദികനോട് പറയും, അങ്ങേക്ക് എൻ്റെ പാപം മോചിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ദയവായി എന്നെ ആശീർവദിക്കൂ. എങ്കിലും ദയവായി എന്നെ ആശീർവദിക്കൂ. മതപരമായ പക്വതയുള്ള ഒരു വിശ്വാസിയാണ് അയാൾ. മതപരമായ പക്വതയുള്ള ഒരു വിശ്വാസിയാണ് അയാൾ. നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? അടുത്ത ഭാഗം നമുക്ക് പിന്നീട് പറയാം കേട്ടോ. ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട, സമൂഹത്തിൽ ഒറ്റപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട ഇങ്ങനത്തെ ആൾക്കാരെല്ലാം നമ്മൾ എങ്ങനെയാണ് നമ്മൾ അവരെയെല്ലാം കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. മനസ്സിലാവണ്ടോ? അപ്പം അതൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിൻ്റെ ഒരു പ്രതിനിധി അല്ലേ? ഇതിൻ്റെ ഒരു വ്യക്തിത്വമായിരുന്നു ശരിക്കും. അതിൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു അദ്ദേഹം. കരുണയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രഘോഷിച്ച ഒരു എൻ്റെ കാലല്ലേ, എൻ്റെ ഈ ഒരു അറിവിൽ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റണത് ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച്. നമുക്കിത് നിർത്താം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഇപ്പം ചില കാര്യങ്ങൾ മനസ്സിലാകണില്ലെങ്കിൽ നമുക്ക് അത് പിന്നീട് നോക്കാം. അത് മാത്രമല്ല, ചില കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാന്നൊക്കെ ഉള്ളത് നടക്കില്ല നമുക്ക് ചിലപ്പോൾ. ജ്ഞാനത്തിലൂടെയുള്ള പ്രാർത്ഥനയിലൂടെയൊക്കെയാണ് നമുക്കത് മനസ്സിലാവുക. പിന്നെ ഈ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുള്ള കഴിവുകളും എനിക്കില്ല. മനസ്സിലായോ? എനിക്ക് ഇതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് എനിക്ക് ഇതില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളങ്ങനെ വിചാരിക്കുകയും വേണ്ട. എനിക്ക് അതിനുള്ള കഴിവുമില്ല. പിന്നെ എനിക്കറിയില്ല അത് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായില്ല എന്നൊക്കെ എനിക്കതറിയില്ല. അതായത് നമ്മുടെ കഴിവ് കൊണ്ട് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനോ പഠിക്കാനോ അതിൻ്റെ അനുഭവത്തിലേക്ക് എത്താനോ നമുക്ക് പറ്റില്ല എന്നുള്ളത് നമുക്കറിയാലോ. അപ്പം അത് കർത്താവ് തന്നെ നമ്മളെ അതിന് സഹായിക്കുകയും അതിലേക്ക് കടക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഒന്ന് കുരിശ് വരക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓഫ് ചെയ്യട്ടെ.